Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാനിത് സേമിയ വെച്ചിട്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത്. ഫ്രൈ പാനിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ പാനിലൊക്കെ ഇത് ഈ കുനാഫ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും കുനാഫ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല കനം കുറഞ്ഞിട്ടുള്ള സേമിയ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ സേമിയയിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണിത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബട്ടർ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് തണവോട് കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ സേമിയയിൽ ബട്ടർ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുനാഫയിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ചീസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ക്രീം ചീസ് തന്നെയാണ് ഇപ്പോൾ ഈ കുനാഫയിലേക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെറിയ ബോക്സ് ക്രീം ചീസിന് തന്നെ നല്ല റേറ്റ് ആവും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാക്കറ്റ് ഞാൻ ഇപ്പോൾ ഒരു സോസ് പാനിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ പാലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് വരുന്ന സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വിനെഗർ ചേർത്തിട്ട് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് പിരിയിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊന്ന് പിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കട്ട കെട്ടിയിട്ട് വരും. പാല് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞിട്ട് വെള്ളം ഇതുപോലത്തെ കട്ടയിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഒരു ലൈറ്റ് കളറിലുള്ള യെല്ലോ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുവരെ നമുക്ക് ഈ പാല് പിരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിനെഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ പിരിഞ്ഞു വരണം. ഇതുപോലെ വെള്ളം കട്ടയും സെപ്പറേറ്റ് ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് അത് അരിച്ചു വയ്ക്കാം. അപ്പോൾ എനിക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്തപ്പോഴാണ് ഇതുപോലെ എനിക്ക് പാല് പിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറേശ്ശെ വിനെഗർ ചേർത്തിട്ട് നോക്കുക. നമ്മൾ ഈ അരിച്ചെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ചപ്പാത്തിക്ക് പൊടി കുഴക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വെള്ളമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ അരിപ്പയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ആ വിനെഗറിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ നിന്ന് പോകണം. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകി പിഴിഞ്ഞെടുക്കാം. നമുക്ക്
മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് പാക്കറ്റ് പാലിലല്ലേ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ചും കൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന നല്ല ഫ്രഷ് പാലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പാക്കറ്റ് പാലായതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രീം ചീസ് നല്ല എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുനാഫയിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളമൊന്നും എടുക്കണ്ട, ചെറിയ ചൂട് മതി. ഇപ്പോൾ കട്ടൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ തന്നെ ഇത് കട്ടിയായിട്ട് വരാൻ തുടങ്ങും. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി വരണം. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിൻ്റെ പകരം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് കുനാഫ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാന് ബട്ടറൊക്കെ പുരട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ടിട്ട് ഇതുപോലെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഉയർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ക്രീം മിക്സിയിൽ അടിച്ചിട്ട് ഈ ഒരു പാകത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം സേമിയയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള സേമിയയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.
ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഒരു സൈഡ് നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചതിന് ശേഷം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും 5 മിനിറ്റ് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ അടിയിൽ തട്ടോ അല്ലെങ്കിൽ പഴയ ഫ്രൈ പാനോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കുനാഫയുടെ ഫ്രൈ പാൻ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു ഫ്രൈ പാന് ബട്ടറൊക്കെ പുരട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒപ്പാക്കി കൊടുക്കാം. ഇത് മൂടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മൂടി വെച്ചിട്ടും മൂടി വെക്കാതെയും നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ പഞ്ചസാരയൊക്കെ അലിയിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ട് പഞ്ചസാര കലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പ് ചൂടോടുകൂടി തന്നെ നമുക്ക് കുനാഫയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഈ പിസ്തയുടെ മുകളിലും നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.